തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടേതാണ് വിധി. രാജേന്ദ്രന് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് കരുതുന്നത് എന്ന് വിനീതയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ കൊലപാതകത്തിന് മുൻപും ശേഷവുമുള്ള പ്രതിയുടെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും മറ്റു ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചാണ് പ്രതി തോവാള സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് കന്യാകുമാരി, തിരുവനന്തപുരം കളക്ടർമാരുടെ അടക്കമുള്ള 7 റിപ്പോർട്ടുകൾ കോടതി തേടിയത്. സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, കന്യാകുമാരി, തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടുമാർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ എന്നിവരും 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി വിനീതയെ കൊലപ്പെടുത്തിയത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമെന്ന് വിനീതയുടെ ബന്ധുക്കൾ. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടും എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുള്ളത്, അവന് തൂക്കുകയറ് തന്നെ കൊടുക്കണം. ആ കോടതിയോട് എനിക്കൊരു വിശ്വാസമുണ്ട്, അവന് തൂക്കുകയറ് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും ആത്മാർത്ഥമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നതും. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്ന പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീൻ. എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ കേസിനെ സംബന്ധിക്കുന്നൊരു വിഷയം, ഇതിൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലാതിരുന്നൊരു കേസാണ്. സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യ തെളിവുകളെന്ന് പറയുമ്പോൾ തന്നെ ഈ സസ്പെക്റ്റിനെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുണ്ടായിരുന്നത് കുറേ CCTV വിഷ്വൽസ് മാത്രമാണ്. 2022 ഫെബ്രുവരി 6-നാണ് അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ രാജേന്ദ്രൻ കഴുത്തിന് പിന്നിൽ കുത്തിക്കൊലപ്പെടുത്തിയത്. 4.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു കൊലപാതകം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് നടന്ന കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പോലീസ് വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 24 തിരുവനന്തപുരം.